ശ്ലോകം 7. ഭഗവാന്റെ ലീലകൾ ഏകദേശം അവസാനിക്കാറായി. ഈ സമയത്താണ് നാരദൻ മധുരാപുരിയിലെത്തി കംസനെ വിവരം അറിയിക്കുകയാണ്. കംസായത്തെ ശൗരിസുതത്വമുക്ത. അങ്ങനെക്ക് ഇതുവരെ അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. പറയൂ ദേവർഷി, പറയൂ, എന്താ അത്? ആ വൃന്ദാവനത്തിൽ നന്ദഗോപരുടെ അടുത്ത് 2 കുട്ടികൾ വളരണ്ടല്ലോ. അവർ ശൗര്യയുടെ മകൾ, ശൗര്യസുതത്വമുക്ത, ശൗരിയുടെ. വസുദേവരുടെ പുത്രനാണ് എന്നുള്ളത് കംസനോട് ഉക്തുവ പറഞ്ഞിട്ട് കേൾക്കേണ്ട താമസം ചാടി എണിച്ചു, വാളൂരി. എന്തിന്? വസുദേവരെ വധിക്കാൻ. എപ്പോഴാണോ 8ാമത്തെ കുട്ടിയായിരിക്കുന്ന കൃഷ്ണനെ ഗോകുലത്തിൽ കൊണ്ടിയാക്കി അവിടുന്ന് മായാദേവിയെ എടുത്തുകൊണ്ടുവന്നു, ആ കുട്ടിയെ എടുത്ത് അടിച്ച് കംസൻ അടിച്ചപ്പോഴാണ് തെറിച്ചു പോയത്. ആ തെറിച്ചു പോയപ്പോൾ ആകാശത്തിൽ നിന്ന് പറഞ്ഞു, എന്നെ കൊല്ലാനുള്ള ആൾ ഉണ്ടായിട്ടുണ്ട്, നീ കണ്ടുപിടിച്ചു. ഞാൻ പറയില്ല, നീ കണ്ടുപിടിച്ചു. അപ്പോൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദേവി അവിടുന്ന് നേരെ വന്നത് ഉടുപ്പിയിലേക്കാണ് വന്നതെന്നാണ് പറഞ്ഞത്. ഉടുപ്പിയിൽ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരത്ത് ഒരു കുന്നിലായിട്ട് ഒരു ദേവീക്ഷേത്രമുണ്ട്. അവിടെ പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അവിടെ പോറ്റി പറഞ്ഞതാണ്, ആ ദേവി ഇവിടെയാണ് വന്നത്. അപ്പോൾ ആ ദേവിയിൽ നിന്ന് മനസ്സിലായി തന്നെ കൊല്ലാനുള്ള ആൾ വന്നിട്ടുണ്ട്. പക്ഷെ അന്വേഷിച്ചു കൊണ്ടിരിക്കണു, കാണുന്നില്ല. ഇപ്പോൾ നാരദൻ വ്യക്തമാക്കി, എന്ത്? കംസായത്തെ ശൗര്യസുതത്വമുക്ത. ഈ വസുദേവരുടെ മകനാണത്. അവിടെയാണ് അയാളെ, ആ കുട്ടിയാണ് നന്ദഗോപുരം എടുത്തുകൊണ്ട് ആക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്ക് ചാടി എണീച്ചു. എപ്പോൾ ദേവി അപ്രകാരം പറഞ്ഞുവോ അവരെ ജയിലിൽ നിന്നും മുക്തനാക്കിയാണ്, മോചിപ്പിച്ച് അവരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നാണ്. 10-11 വർഷമായി. വസുദേവർ കള്ളം പറയില്ല എന്നാണ് വിചാരിച്ചേ. ആഹാ എന്ന് പറഞ്ഞിട്ടാണ് ചാടി എണീച്ച്. തം തദ്വധോൽക്കം. അങ്ങനെ വസുദേവരെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു. പ്രതിരുദ്ധ്യവാച. നാരദൻ പറഞ്ഞു, ചീരുത്, തടുത്തു നിർത്തി. ഇപ്പോൾ വസുദേവരെ കൊന്നാൽ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാവും. വസുദേവരുടെ ഭാഗത്ത് അനേകം ആൾക്കാരുണ്ട്. അതുകൊണ്ട് ചീരുത്, തന്ത്രപൂർവ്വം നമുക്ക് ഇതാവണം. ആ കുട്ടികളെ കൊല്ലിയല്ലേ വേണ്ടത്, അവരെ കൂട്ടിക്കൊണ്ടിരിക്കുക. വസുദേവരെ കൊല്ലണ്ടേ എനിക്ക്? കുട്ടികളെ കൊന്ന വസുദേവരെ കൊന്ന പോലെ ആയില്ലേ? 2 കുട്ടികളും അവിടെ ഇരിക്കണു. ആ 2 കുട്ടികളെ കൊന്നാൽ അച്ഛനെയും അമ്മയും കൊന്ന പോലെയായി. പ്രതിരുദ്ധ്യവാച. നാരദൻ കംസനെ തടുത്തു നിർത്തി. വസുദേവരെ കൊല്ലാനുള്ള ആ നീക്കത്തിൽ നിന്ന് കംസൻ പിന്മാറി. എങ്ങനെയാണ് അവരെ വരുത്തുക എന്നുള്ളതാണ്. അതും നാരദൻ പറഞ്ഞു കൊടുത്തു. ഒരു ഭക്തനായിട്ടുള്ള ഒരാളെ അയക്കൂ, ഭക്തനായിട്ടുള്ള ഒരാളെ അങ്ങോട്ട് അയച്ചാൽ മതി. അങ്ങനെ ഭക്തനായിട്ടുള്ള ആളെ തിരഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അത് 72ാമത്തെ ദശകത്തിലാണ് അത് പറയുന്നത്. ഗാന്ധിനേയം. ഭക്തയായ ഗാന്ധിനിയുടെ പുത്രനായ അക്രൂരനെയാണ് അയക്കുന്നത്.
ശുഭൽക്കൻ്റെയും ഗാന്ധിനിയുടെയും പുത്രനായ അക്രൂരന്. അത് 72ാമത്തെ ദശകത്തിലാണ് വരുന്നത്. എന്തായാലും തൽക്കാലം കംസനെ പിടിച്ചു നിർത്തി. നാരദൻ കംസനോട് പറഞ്ഞു കഴിഞ്ഞ് ഉടനെ കൃഷ്ണൻ്റെ അടുത്തേക്ക് വരികയാണ്. പ്രാപ്തേന കേശിക്ഷവണാവസാനേ, കേശിയെ കൊന്നു കഴിഞ്ഞിരിക്കണു. ആ കൊന്നു കഴിഞ്ഞ സമയത്ത് ഭഗവാൻ അവിടെ എത്തി. ശ്രീനാരദേന ത്വമഭിഷ്ടിതോ ഭൂ, ഹേ ഗുരുവായൂരപ്പ, നാരദൻ വന്ന് അങ്ങയെ സ്തുതിക്കുകയുണ്ടായി, നന്നായി സ്തുതിക്കുകയുണ്ടായി. ഇനി ലീലകളൊക്കെ വേഗം അവസാനിപ്പിക്കണം. അതിനുവേണ്ടിയാണ് നാരദൻ ഈ വിധത്തിൽ വരുന്നത്, ഇടയ്ക്കിടയ്ക്ക് വരുന്നത്.